ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഗോസ്റ്റ് ഓഫ് സുഷിമ പാർട്ട് 4. വെറുതെ അങ്ങോട്ട് മിഷൻ തുടങ്ങാനല്ല, അതിന് മുമ്പ് നമുക്ക് ആരെങ്കിലുമൊക്കെ കൊല്ലണം. അത്രയ്ക്ക് പാവമായ പറ്റൊരു വഴിയടി. ഇവിടെ കുറച്ച് പൊട്ടന്മാരുണ്ട്, ഭ്രാന്തന്മാരാണ് ഓമാര്. വീടൊക്കെ കത്തിച്ച് കളിക്കുക, നോക്കി നിൽക്കുക. സൈക്കോ. വാ, അമ്മമാരെ നമ്മൾ സ്റ്റാൻഡ് ഓഫ് വിളിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് രക്തം കണ്ടിട്ട് തുടങ്ങാം. നമ്മൾ എത്ര കണ്ടതാ, ഇതിനെപ്പോൾ സിമ്പിളായിട്ട് എടുക്കും നോക്കിയാണ്. അവരിങ്ങനെ രക്തത്തിൽ അറിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതൊക്കെ അത്രേ ഉള്ളൂ. ശരിയാക്കി ആദ്യം നമുക്ക് അവൻ്റെ ശീലം ബ്രേക്ക് ചെയ്യണം. സിമ്പിളായിട്ട് ഭീമനാണ്. എന്തുകൊണ്ട് ചാടി മാറി വെട്ടണം. വളരെ അടവെടുത്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ ഒരിക്കലുമല്ല. ഇത് ആക്ച്വലി ഭയങ്കര ടാക്ടിക്കലായിട്ട് കളിക്കേണ്ട ഒരു കളിയാണ്. നമ്മൾ വെറുതെ ബാക്കിയുള്ള ഗെയിമിൽ കയറി അടിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കളിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മളൊരു സാമുറായി എപ്പോഴും നെഞ്ചും പിടിച്ചാണ് പോകുന്നത്. ഇതിനകത്ത് ആക്ച്വലി സ്റ്റെൽത്ത് ഗെയിം പ്ലേ വേണം കളിക്കാൻ. ഒളിച്ചും പാത്തും വേണം കൊല്ലാൻ. ഇങ്ങനെ നെഞ്ചും പിടിച്ച് പോയി എന്ത് സംഭവിക്കും ഇപ്പൊ കണ്ടോ. ഇതിനിപ്പോ നമ്മൾ കൊല്ലാൻ പോട്ടോ. കുന്തക്കാരൻ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ പുതിയൊരുത്തം ഇങ്ങനെ ഉരുണ്ട് മാറിയ കുണ്ടൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ ഇപ്പൊ ഒരു ഭീമന്റെ വന്നിട്ടുണ്ട്. ഗതയും കൊണ്ടാണ് അടിക്കുന്നത്. അതിന് ഇതൊരു പരിഹാരം കണ്ടുപിടിച്ചില്ല. പിന്നെ അമ്പുണ്ട്. അമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാണ്. ഏതാ കോമ്പാറ്റ് ഇല്ലേ, ഈ പണ്ട് കില്ലാടി. അവനെ ഒഴിഞ്ഞു മാറി അവന്റെ ഫ്രണ്ടിൽ ഒഴിഞ്ഞു കണ്ടാ. എന്നിട്ട് അറിയാതെ വന്നതാ ചേട്ടാ. ഇവിടെ നിന്ന് അവന്റെ നടിയിട്ട് ചാവും. ഫുൾ ലൈഫിൽ അവനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറിയിട്ട് അവനൊന്ന് കിട്ടി ഗൈസ്. അയാളെ കാട് വെച്ച് പോലെ ഇത് ഒരിക്കലും ആവർത്തിക്കത്തില്ല. കൊല്ലാതെ വിട്ടാൽ മതി. പിന്നെ അമ്പുടെയാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു. ഇനി പുറത്തുനിന്ന് ഓരോ സ്ഥലത്തെടുത്തിട്ട് നോക്കിയോ അവനെ തീർക്കും. ലൈഫ് 1 HP ആയി കേട്ടോ. രക്ഷയില്ല. ഒടുക്കത്തടിയാവന്മാരൊക്കെ. അവൻ മാസ് കാണിച്ച അവന്റെ സ്റ്റോറിയാണ്. അവൻ കുന്തം വെച്ച് കുത്തിക്കൊന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാ ഗെയിമിലും നെഞ്ചു പിരിച്ചു പോയി വെട്ടിക്കൊന്ന ഞാൻ ഇപ്പൊ ഒളിച്ചും പാത്ത് അവന്മാര് കാണാതെ കുതിരയുടെ ബാക്കിലൊക്കെ കവർ എടുത്ത് കളിക്കേണ്ട അവസ്ഥയായി. അതാണ് ഗെയിം. അതാണ് എനിക്ക് ഗെയിം ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം. ഇതാണ് ഗോസ്റ്റ് ഓഫ് സുഷിമ. വെറുതെ നെഞ്ചു പിടിച്ച് കളിക്കാൻ പറ്റൂല. ടാക്ടിക്കലായിട്ട് കളിച്ചില്ല നമുക്ക് ഈ ഗെയിമിൽ ഓരോരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം രക്തം കണ്ടിട്ട് കൊല്ലാതെ വിചാരിച്ച പ്ലെയർ നമ്മൾ മാറ്റി വെച്ചു. പാവായ പറ്റൂലെന്ന് പറഞ്ഞത്. കുറച്ച് പാവാവാം. നമുക്ക് നല്ല കുട്ടിയായിട്ട് ഒരു മിഷൻ കളിക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ യൂണയുടെ ഒരു മിഷൻ ഉണ്ട്. മെയിൻ മിഷൻ്റെ ഒന്നാണ്. നമ്മളങ്ങനെ യൂണ എടുത്തിട്ടുണ്ട്. യൂണോ എല്ലായിടത്തും കൊലപാതകമാണല്ലോ. എന്താ കഥ ഉണ്ടോ? സുഖല്ലേ? You handled that well. I should have heard him coming. Let myself get distracted. Okay. These people saw Mongols marching prisoners upriver. They had a blacksmith with them. Your brother? Sounds like it. അതായത് ചേട്ടൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ യൂണയുടെ ബ്രദറിനെ രക്ഷിക്കാൻ പോകുമായിരിക്കും. ആ സ്ഥലം എനിക്കറിയാം. ഓക്കെ, യെസ്, വാരിയേഴ്സ് കോഡ്. അപ്പൊ നമ്മൾ യൂണന്റെ ബ്രദറിനെ രക്ഷിക്കാൻ പോവാം. മെയിൻ മിഷനിൽ ഒന്നാണ്. ലെറ്റ്സ് ഗോ. Did you find any samurai to free your uncle? Not yet. ഇല്ല, But I'm still samurai searching. ആരെയും I'm sure കണ്ടുപിടിച്ചു. you'll find someone soon. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് അടി പിടിക്കുകയാണ്. വാ വാ, Slip inside. നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. And cut down the കോട്ട Mongols where they കണ്ടു. stand. If ഒളിച്ചും something പാത്തും goes പോകണമെന്നാണ് wrong, പറയുന്നത്. they'll kill the prisoners. I've seen them do it. ഓക്കെ, നമ്മളവിടെ have to അറിഞ്ഞു go in കഴിഞ്ഞാൽ അവര് quietly. പ്രശ്നം കൊല്ലുമെന്നാണ് Like പറയുന്നത്. thieves. What's wrong with that? Before the samurai, this island was ruled by criminals. ഓക്കെ, We changed that by Okay. creating order and delivering justice in the open. ഒളിച്ചു പോയി കല്ലന്മാരെ കണക്ക് കൊല്ലാൻ എന്നെ We കൊണ്ട് live പറ്റില്ല by എന്നാണ് a പറയുന്നത്. code of honor. And sometimes we അതിലൊരു die by it. അഭിമാനമില്ല. ശരി, Warriors like my father, who just സിറ്റുവേഷൻ wanted to give us a നമുക്ക് safer ചെയ്തേ home. പറ്റൂ ഗൈസ്. I want the same thing. But we have to fight back. യൂണയ്ക്ക് I വേണ്ടി. promised my uncle I'd never break our code. Then bend it. To save my family. And what's left of yours. ബ്രേക്ക് ചെയ്യണ്ട, തൽക്കാലത്തേക്ക് കണ്ണടയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, Let's get a closer look. Let's see. See what we're up against.
We should wait until it gets darker. രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. രാത്രിയായിട്ട് അറ്റാക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം രാത്രിയായിരിക്കുകയാണ്. ഹിയോഷി എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. Through here. നമ്മളിതാ ഒളിച്ചും പാത്തും മതിൽ കിട്ടിയിട്ട് എന്ന് മര്യാദയ്ക്ക് കിട്ടിക്കൂടി. അവിടെ ഇവിടെയൊക്കെ ഓട്ടയാണ്. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഒരു കൊന്നിട്ട് പോകട്ടാ. നമ്മളവിടെ ഒളിച്ചിരിക്കുകയാണ്. If they see us, they'll kill the prisoners. Then we better stay quiet. നമ്മൾ മിണ്ടാതെ പോയി കൊല്ലണം. ഓക്കെ, Open their throats. ഇവനെ വിചാരിച്ചാണ് കേട്ടോ. നമ്മളെ അത് ചിക്സോ കില്ലറിനെ കണക്കാണ്. ഫൈനൽ ഡെസ്റ്റിനേഷനൊക്കെ കണ്ടിട്ടില്ലേ, അതിലാളാണ് യൂണ. സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒറ്റ കുത്തിന് തീർക്കുകയല്ലേ. ഇപ്പൊ പള്ളക്ക് കിട്ടുന്ന 4 കുത്തിയിട്ട്. നൈസ് ഗൈസ്, നൈസ്. ഒരാളെ കൊല്ലുന്ന ഇത്ര ബിൽഡപ്പ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എണീറ്റിട്ടുണ്ട്. ഇവിടെ കിടന്നാൽ മതി, അവർ രക്ഷിക്കണം. പാടാ. ആദ്യമായിട്ടാണ് കോഡ് ബ്രേക്ക് ചെയ്തെടുത്തിനെ കൊല്ലുന്നത്. അത് വിഷമമുണ്ട്. മിണ്ടണ്ട, പൊക്കോ നീ. ഒന്നുമില്ല. ആക്ച്വലി സ്റ്റെൽത്ത് മോഡിൽ ഒളിച്ചു പോകണമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എൻ്റെ ബുദ്ധിപരമായ കളി കാരണം അവരെല്ലാവരും എന്നെ കാണും. ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടോ. വെട്ടും കുത്തും തീയും ബഹളവും പുകയാവുന്നത് പോകണം. ഫോക്കസ്ഡ് ഹിയറിംഗ്. ഓക്കെ, മൗസിന്റെ സെന്റർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാനും കേൾക്കാനും പറ്റുന്ന പറയുന്നത്. ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ട്. ലെറ്റ്സ് ഗോ. ഒളിച്ചും പാത്തും പോണം. ഇതിങ്ങനെ പന്നി സ്ലോ മോഷൻ വേണോ? ഒളിച്ചും പാത്തും അവൻ്റെ പിറകെ കൂടെ പോയി അവനെ കൊല്ലണം. പക്ഷെ അറിയാലോ, നമ്മളൊരു കില്ലാടിയാണല്ലോ. ഇപ്പൊ എല്ലാവരും കാണും ഇവിടെ. എല്ലാ പ്രശ്നങ്ങളും എല്ലാരും കണ്ട് ഗൈസ്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് എനിക്കതിൻ്റെ ഒരു പിടിയില്ല. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു എത്തുന്നു കൊല്ലവനെ. എന്തൊക്കെയാണ് ഭയങ്കര പാട്. നെക്സ്റ്റ് കഴിഞ്ഞ ആരുമില്ലേ? ഏണിയൊക്കെ കയറി ചാടി അടിക്കുകയാണ്. അതിനകത്ത് സ്വന്തക്കാരനെ കൺട്രോൾ പോയി. യൂണ ഒറ്റയ്ക്ക് ഒരുത്തിനായിട്ട് കഷ്ടപ്പെടുകട്ടെ. ഇനി നമുക്ക് ഇപ്പോൾ യൂണനെ രക്ഷിക്കണം. ഇങ്ങോട്ടവിടെ വെക്കുന്ന തിരിഞ്ഞു നടക്കണ ബാക്കിലാണ് പ്രശ്നമായിട്ട് രക്ഷപ്പെട്ടു. ഒരടികൂടി അവനെ അടിച്ചില്ല കേട്ടോ. ഫുള്ളായിട്ടാണ്. ഇവര് അമ്പുകാരനുണ്ട്. അവനെ നമ്മളിപ്പോൾ ചാടി പോയി. സർപ്രൈസ്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തീർന്ന് അവർ ചാടി മുന്നോട്ട് കയറുക. അതും മിണ്ടാതെ പോണം. പക്ഷെ നമുക്ക് പുറകെ കൂടെ പോകാൻ അറിയില്ലല്ലോ. ഏതല്ലേ ആ കൂട് ഇതാണോ യൂണയുടെ ചേട്ടൻ? കഴിഞ്ഞ നമ്മളിപ്പോ യൂണയുടെ ചേട്ടനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വേറെ വഴി കൂടാ പോണത്. അവരൊക്കെ വേറെ വഴി പോയി. പോട്ടെ അങ്ങോട്ട്. ഓക്കെ, യൂണയുടെ ചേട്ടൻ ഇവിടുന്ന് മാറി ഏതെങ്കിലും നദിക്കരയിൽ പോയി സംസാരിക്കാന്നാണ് പറയുന്നത്. ഇവൻ അവന്റെ ചേട്ടനല്ല. ഇവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോയത്. കഷ്ടപ്പെട്ട് രക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ ഞാൻ തന്നെ ഓക്കെ, അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് അസമൊബൈലാണ്. അപ്പൊ ഇവിടെ ചേട്ടനുള്ളത്. ഇവിടുന്ന് യൂണയുടെ ബ്രദറിനെ അങ്ങോട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. നമുക്കിനി അവിടെ പോയി രക്ഷിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങോട്ട് പോയി രക്ഷിക്കണം.